സെറോറ ഇന്റീരിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കരുളായിലാണ്, മലപ്പുറം ജില്ലയിലെ. നമ്മൾ റിസോർട്ട് പോലത്തെ ഒരു വീടിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഏകദേശം ഹൗസ് വാമിംഗ് ആയിട്ടുണ്ട്. ഒരു 10-15 ദിവസം കൊണ്ട് അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റേജ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. വരും. അത്യാവശ്യം വിശാലമായൊരു എൻട്രിയാണ് നമുക്ക് വീട്ടിലോട്ട് നൽകിയിട്ടുള്ളത്. ആ എൻട്രി മുഴുവൻ നമ്മൾ കോബിൾ സ്റ്റോൺ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം ഹൈറ്റിലാണ് വീട് നിൽക്കുന്നത്. സ്ലോപ്പ് കൂടുതലുള്ള തന്നെ വഴുക്കലും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോബിൾ സ്റ്റോണും, പിന്നെ പോരാത്തതിന് ഒരു ഡിസൈനും പാടെ കൂടിയിട്ടാണ് കോബിൾ 2 പാറ്റേൺസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇത് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഗാർഡൻ്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഗാർഡൻ്റെ വർക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിരിക്കാനുള്ള നമ്മളെ ബഫല്ലോ ഗ്രാസ് ഒക്കെ ഇവിടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അത് ലെവലിങ്ങും വിരിക്കലൊക്കെ ആയിട്ടാണ് നമുക്ക് ഗാർഡനിലുള്ള വർക്കിൽ പെൻഡിങ് ഉള്ളത്. വിശാലമായൊരു പോർച്ചും കൂടി നമ്മൾ കോബിൾ സ്റ്റോണിലാണ് തിരിച്ചിട്ടുള്ളത്. ആ പോർച്ച് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിലെ മുറ്റം വന്നിട്ടുള്ളത് 2x2 ബാംഗ്ലൂർ സ്റ്റോണും കോബിളും പാടെ ലൈൻ ഇട്ടിട്ട് വിരിച്ച ഒരു ഡിസൈനാണ് നമുക്ക് ഈ മുകളിലത്തെ മുറ്റം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ എൻട്രിയിൽ നമ്മൾ വാതിൽക്കട്ടിൽ ചെയ്തിട്ടുള്ളത് ഇത് ഇരുമ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെനീർ പെസ്റ്റ് ചെയ്തിട്ട് പക്ക വുഡിൻ്റെ ഒരു ഫീലിലാണ് നമ്മളിതിനെ എത്തിച്ചിട്ടുള്ളത്. ഇതെന്താ വെച്ചാൽ ചെതലും കാര്യങ്ങളൊക്കെ പിടിക്കാതിരിക്കാനും പിന്നെ ലൈഫ് ലോങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സ്ലൈഡിങ് ഫോൾഡിങ്ങിൻ്റെ ഒരു പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പോളിഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ നമുക്ക് വർക്ക് തീരുന്ന മുറക്ക് നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യണം. ഇതൊരു ഗസ്റ്റ് ലിവിങ് ആണ്. ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുകൾ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് സീലിംഗ് വെനീർ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൂ വിത്ത് വെനീറിൽ ഗ്രൂ ചെയ്തിട്ട് ഇപ്പോൾ പോളിഷ് ചെയ്ത് കണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ വീട്ടിലെ വിൻഡോസുകൾ കംപ്ലീറ്റ് UPVC-ലാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഓപ്പൺ സ്പേസിൽ സ്ലൈഡിങ് ആവുന്ന രീതിയിലാണ് എല്ലാ വിൻഡോസുകളും ചെയ്തിട്ടുള്ളത്. UPVC വിത്ത് ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ വിൻഡോസുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെയർ വുഡും മിക്സും മെറ്റലും പാടെ മിക്സ് ചെയ്തിട്ട് ചെയ്തൊരു സ്റ്റെയറാണ്. അത് അത്യാവശ്യം ഒരു ക്യൂട്ടായിട്ട് നമുക്കിതിനെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് നമുക്കതിനെ ഫീൽ ചെയ്യുക. ഒത്തിരി ഒരു മറവായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മളതിൻ്റെ ഡിസൈന് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ വുഡ് കംപ്ലീറ്റ് തേക്കിലാണ്. അതേപോലെ ഹാൻഡ് റെയിലും നമ്മൾ തേക്ക് മരം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി കംപ്ലീറ്റ് മെറ്റലാണ്. മെറ്റലും തേക്കും പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോമൺ ഏരിയയിൽ സീലിംഗ് കംപ്ലീറ്റ് നമ്മൾ വെനീർ ഫിനിഷിലാണ് നിർത്തിയിട്ടുള്ളത്. പ്ലൈവുഡ് ആദ്യം അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെനീർ പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീലിങ്ങിനെ നിലനിർത്തിയിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലായിട്ട് നമ്മുടെ UPVC-ൻ്റെ ഫ്രെയിമുകളും കാര്യങ്ങളും കംപ്ലീറ്റ് സ്ലൈഡിങ് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം ഫുള്ള് ഓപ്പൺ ആവുന്ന രീതിയിലാണ്. എല്ലാ ഡോറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആവുന്ന രീതിയിലും അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിവിശാലമായൊരു വരാന്ത നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ വീതി വരുന്ന രീതിയിൽ ഈ വീടിൻ്റെ ഫുൾ ലോങ് കിട്ടുന്ന രീതിയിലുള്ളൊരു വരാന്ത നമ്മൾ എല്ലാ റൂമൊന്നും ആക്സസ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും അഡീഷണൽ ആയിട്ടാണ് നമ്മളൊരു ബാൽക്കണി ഇങ്ങോട്ട് പുറത്തേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് തന്നെ ഔട്ടിങ്ങും കാര്യങ്ങളും ചായ കുടിച്ചിരിക്കാനൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു സാധനത്തിൻ്റെ ഏകദേശം ഒരു വർക്കിങ്ങിലാണ് ഇപ്പോൾ, ഫിനിഷിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ ചെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ ആ ഒരു സംഗതി സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ നമ്മൾ വുഡിലാണ് ചെയ്തിരുന്നെങ്കിലും ബെഡ്റൂമിൻ്റെ ഡോറുകൾ കംപ്ലീറ്റ് WPC-ലാണ് ചെയ്തിട്ടുള്ളത്. WPC-ൽ ഡോർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെനീർ ഗ്രൂ ഇട്ടിട്ട് പേസ്റ്റ് ചെയ്തതാണ്. അത് പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ഒരു വുഡിൽ തീർത്തൊരു വാതിൽ പോലെ നമുക്ക് തോന്നുന്ന ഒരു ഡിസൈനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഇങ്ങനെ ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടുണ്ട്. ബെഡ് കോട്ടും ഹെഡൊക്കെ ഒരു പ്രത്യേക പാറ്റേൺസിലാണ് നമ്മളിതിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് ഹൗസ് വാമിംഗ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു വർക്ക് കഴിഞ്ഞ് തീരാനുള്ളൂ. പെയിൻറ്റിങ് ഓൾറെഡി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡിലുകൾ കാര്യങ്ങൾ ലോക്ക് അങ്ങനെയുള്ള കുറച്ച് വർക്കുകളും
ഫിനിഷിംഗ് സ്റ്റേജിലെ ഫിനിഷിംഗ് വർക്കുകളാണ് നമുക്കിനി കാര്യമായിട്ട് തീർക്കുള്ളത്. കർട്ടൻസിൻ്റെ വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, അങ്ങനെ കുറച്ച് വർക്കുകളാണ് ഇപ്പോൾ നമുക്കിനി പെൻഡിങ് ഉള്ളത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ചെയ്യണം. ഈ വീട്ടിലെ മോഡുലാർ കിച്ചനാണ് ഈ കാണുന്നത്. വൈറ്റ് തീമും വുഡൻ തീമും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലായിട്ട് ഒരു കുക്കിംഗ് ഏരിയ, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. ഈ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷട്ടർ ടൈപ്പ് സംഗതികൾ, ഓവനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ട്രാളി കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ സെറ്റാക്കാനുണ്ട്. മുകളിൽ അപ്പർ യൂണിറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഗതിയും. ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഒരു കുക്കിംഗ് ഏരിയയും സിങ്ക്, അതേപോലെ കുറച്ച് സ്റ്റോറേജ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ കിച്ചണിലായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ അഡീഷണൽ ഒരു സ്റ്റോർ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലെ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് കട്ടിലിൻ്റെ ഹെഡ് ബോർഡ് വരുന്നുണ്ട്. അത് അത്യാവശ്യം ഒരു 7 അടി ഹൈറ്റിലാണ് നമ്മൾ അതിൻ്റെ ഒരു പാക്കിങ് ചെയ്തിട്ടുള്ളത്. അതിനോട് ബെഡ് അറ്റാച്ച് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ചെയ്യും. ആ ഭാഗത്തായിട്ടാണ് നമ്മൾ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ബാൽക്കണി തന്നെ ആയിരിക്കും. ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ്. വിശാലമായൊരു ഓപ്പൺ സ്ലൈഡിങ്ങും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് UPVC-യിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള വ്യൂ, ഈ വീടിൻ്റെ ടോട്ടൽ അത്യാവശ്യം ഹൈറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് അവിടെ ബാക്കത്തെ മലനിരകളും കാര്യങ്ങളൊക്കെ, മുന്നത്തെ മലനിരകളൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ആംബിയൻസ് ഇവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വർക്കിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു 10-15 ദിവസം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ മനോഹരമായൊരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ കൂടണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.